ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ്സ് നൽകുന്ന സന്ദേശം, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ്. ഓക്കെ, എമു എനർജിയാണ്. എമു എനർജി എന്ന് പറയുന്നത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സമയം, അതായത് ഇപ്പോൾ ജീവിക്കുക, പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളൊരു മെസ്സേജാണിത് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കുക. ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പറയും ലൈഫ് ഇസ് ടു ഷോർട്ട് ടു വറി. അതായത് നമ്മൾ ജീവിതം ആസ്വദിക്കാതെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇന്നലെയിൽ ജീവിക്കുന്നവർ, നാളെയിൽ ജീവിക്കുന്നവർ, ഫ്യൂച്ചർ എന്താവെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരോ, ഇന്നലെ നടന്നു പോയ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ തങ്ങി നിൽക്കുന്നവരോ, ഇവരൊന്നും ജീവിതം ആസ്വദിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലെ പലരെയും സംബന്ധിച്ചിടത്തോളം ഉള്ളിലൊരു നിങ്ങൾക്കൊരു ശബ്ദം മനസ്സിലുണ്ടാവുന്നു. ദാറ്റ് ഇസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഇപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൊതുവെ ചില ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും പക്ഷെ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മളുടെ പല ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരെക്കാളിലും വളരെ വളരെ സാമ്പത്തികമായിട്ട് താഴെക്കടയിൽ നിൽക്കുന്ന ആളുകൾ ലോകം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ അതൊരു ഉറപ്പാണ്, അവരുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് എനിക്ക് പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരത് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം. അതായത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക. എന്നാലും ദർ ആർ മെനി ഓപ്ഷൻസ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എക്സൈറ്റ്മെൻറ്റ്, ആ ത്രില്ല്, ആ ഒരു അഡ്വെഞ്ചർ, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കുള്ള സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഫസ്റ്റ് ബിലീവ്. ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൊരു ബിലീഫ് ഉണ്ടാവണം, എങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. കാരണം നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് വെച്ചാലും, ഇപ്പോൾ അഫർമേഷൻസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, മാനിഫെസ്റ്റേഷൻസ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുണ്ട്. മൈൻഡിൽ അതെല്ലാം ലൈഫിൽ വന്നിട്ടുമുണ്ട്. പക്ഷേ പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ലോജിക്കായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് ലോജിക്കലി നോക്കുമ്പോൾ അതെങ്ങനെ പോസിബിൾ ആവും, നമ്മൾ ലോജിക്കലി അനലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതല്ല ചെയ്യേണ്ടത്, വിഷ്വലൈസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അനലൈസ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ലോജിക്കായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് വർക്ക്, ബിക്കോസ് നമുക്കപ്പോൾ വിശ്വസിക്കാൻ തോന്നില്ല. ഫസ്റ്റ് യു ബിലീവ് ഇറ്റ്സ് പോസിബിൾ ഫോർ യു ടു ആക്ട് ഓൺ ഇറ്റ് എന്നുള്ളത് വിശ്വസിക്കുക, എന്നിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത്. സോ